അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ അങ്ങനെ പോണു. ഒരൊറ്റേപത്തിൽ ഇന്നലെ ഇന്നൊന്നും മഴയല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. മറ്റേത് നല്ല തണുപ്പായിരുന്നു ഇവിടെ ഇരുന്ന്. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ തണുപ്പൊക്കെ പോയി. ഒരു ദിവസം മഴയില്ലാതായിരുന്നാൽ അപ്പോൾ തണുപ്പ് പോകും, പിന്നെ ചൂടാകും. അപ്പോൾ എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ അന്ന് നമ്മളെ രേണുസുദിനെ കുറിച്ചാണ്. ഇപ്പോൾ രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ തലയൊക്കെ പറ്റ മുട്ടയടിച്ച് അവൾ പറയുന്നുണ്ട്. കാരണം നമുക്ക് അവളെ അവസ്ഥ മനസ്സിലാവുന്ന എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ആ അവസ്ഥ മനസ്സിലാവുന്നത്. പിന്നെ രോഗം ഉണ്ട് ഇല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നില്ല. ചിലവർക്ക് അറിഞ്ഞിട്ടായിരിക്കാം പറയുന്നത്, അറിയാതെ ആയിരിക്കും, എനിക്കത് അറിയില്ല. ഞാൻ അതിനെ പറ്റിയല്ല, ഞാൻ അവളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ട വീഡിയോസിൽ തലകളെല്ലാം പറ്റ മുട്ടയടിച്ച് മുടിയൊന്നുമില്ലാതെ ബെഡിൽ കടന്നുകൊണ്ട് ഒരു ശോഷിച്ച രേണു പറയുന്നുണ്ട്. ഞാൻ മരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ വെറുതെ വിട്ടാൽ മതി, എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്നെ വെറുതെ വിട്ടാൽ മതി എന്നവൾ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ എൻ്റെ മനസ്സിന് അത്രയായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം ഒരാൾ ഇത്രയും വലിയൊരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവളെ ചേച്ചി ഒരു വീഡിയോസിൽ 2 ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങിയ ബോട്ടിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, ഒരു ചെറിയ ബോട്ടിലെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹു ആയാലും എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ ഞാൻ ഈ പറയുന്ന മാതിരി തന്നെ നമ്പർ പബ്ലിക്കാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളേക്കൊന്ന് ന്യൂസ് കിട്ടിയിട്ടോ അല്ല ഞാൻ പറയുന്നത്. എനിക്ക് നേരിട്ട് വിളിക്കുകയും പറയുകയും ചെയ്യുന്നവരെ കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ളത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ, ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞ രേണുവിൻ്റെ ആ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ 2-3 ദിവസം മുമ്പേ ഒരു വീഡിയോസിൽ മുടി ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് മൊത്തം പറിച്ചെടുത്തിട്ട് ഇങ്ങനെ കണ്ടിരുന്നു. അന്ന് പറഞ്ഞിരുന്നു, കീമ കുട്ടിയെ നീ ഒന്ന് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക്. പക്ഷേ രേണു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം കീമോ കഴിഞ്ഞ് മുടികൾ മൊത്തം പോയാലും ആ മുടികൾ വീണ്ടും അതേ ഇതിൽ തന്നെ വളരും. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു അത്ഭുതം തോന്നിയത് എന്താ വെച്ചാൽ, മുട്ട അടിച്ചിട്ടുള്ളൊരിത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ മുടിയുള്ളൊരു ഫോട്ടോ, അതും അങ്ങനെ ഒരു വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ വിഗ്ഗായിരിക്കാം വെച്ചിരിക്കണമെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ എൻ്റെ മനസ്സാക്ഷി വെച്ച് ഞാൻ പറയുന്ന കേട്ടോ, ഇത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. കാരണം ഇത്രയും രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചെങ്കിൽ ഇതൊക്കെ അവനവൻ അനുഭവിക്കുമ്പോഴേ അവനവനത് അറിയുള്ളൂ. ഒരാളെ രോഗം നമ്മളൊക്കെ പടച്ച റബ്ബിൻ്റെ സൃഷ്ടികളാണ്. ഏത് സമയത്തും ഏത് സെക്കൻഡിലും ഈ രോഗങ്ങളൊക്കെ നമ്മൾക്ക് വരാം. ചിലവർക്ക് ക്യാൻസറിൻ്റെ ടെൻഡൻസി മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ചിലവർക്കാണെങ്കിലോ അതൊരുപാട് വൈകിട്ടായിരിക്കും അറിയുക. അപ്പോൾ വൈകിട്ടറിയുമ്പോൾ പിന്നെ അത് ഭേദമാക്കണമെങ്കിൽ കുറച്ച് പാടുണ്ടാവും, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇപ്പോൾ രേണുവിന് ഏത് സ്റ്റേജിലാണെന്ന് എനിക്കറിയില്ല. 4ാം സ്റ്റേജാണ് എന്നൊരു ഇതിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ. ഇനി അത് ശരിയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. 4ാം സ്റ്റേജൊക്കെ ആണെങ്കിൽ ചികിത്സിച്ചാൽ കുറേയൊക്കെ ഈ പറയണ മാതിരി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളതിനെ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്കതിന്ന് രക്ഷപ്പെട്ട് വരാൻ കഴിയും. ഇനി പ്രൈവറ്റ് ആസ്പത്രിയിലും മറ്റേ കോട്ടയത്തോ ഇവിടെയൊക്കെയുള്ള ആസ്പത്രിയിലാണ് അവൾ ചികിത്സിക്കുന്നത്. പിന്നെ പ്രൈവറ്റ് ആസ്പത്രിയിലും കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പിന്നെ അതിനുള്ള മരുന്നുകളൊക്കെ ഇപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ മരുന്നുകൾ അതിന് കിട്ടുന്നുണ്ട്. ഇനി അതിന് മാത്രമുള്ള ആസ്പത്രികൾ അത് വേറെയുണ്ട്. കാരണം ഇതിന് മാത്രമായിട്ട് ഇപ്പോൾ ഈ മറ്റേ തിരുവനന്തപുരത്തുള്ള ആസ്പത്രി അല്ലാതെ തന്നെ വേറെ ആസ്പത്രികൾ ഉണ്ട്. കാരണം നമ്മളൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചിരുന്നത് അങ്ങനെയുള്ള ആസ്പത്രികളായിരുന്നു. അപ്പോൾ നമ്മളെ കുടുംബത്തിലുള്ള എൻ്റെ ഉമ്മാനെയാണ് കേട്ടോ ഞാൻ പറയുന്നത്, വേറെ ആരുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആസ്പത്രികളായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ആരൊക്കെ ഉണ്ടാണെങ്കിലും അവനവൻ്റെ അമ്മയുള്ളത് മാതിരി ആവില്ല മറ്റൊരു ആര് തന്നെ ഉണ്ടായാലും. ഒരു കുഞ്ഞുങ്ങൾക്ക്, ചെറിയ മക്കൾക്ക്, വലുതായവർക്ക് പറഞ്ഞാൽ അത് പ്രശ്നമല്ല. 10-22 വയസ്സായവർക്കൊക്കെ അവർക്കൊക്കെ ജീവിക്കാനുള്ള
അവർക്ക് ചിന്തിക്കാനുള്ള ബോധമായി, അവർക്ക് ജീവിത മാർഗ്ഗങ്ങൾ തേടാനുള്ളതായി. ഇനിയിപ്പോൾ പഠിപ്പിനോ വിദ്യാഭ്യാസത്തിനോ അതിലിപ്പോൾ മറ്റുള്ളവരാരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോരും. പക്ഷേ ഈ കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്ക് അവരുടെ അമ്മമാർ തന്നെ വേണം. അപ്പോൾ എത്ര വയ്യെങ്കിലും പക്ഷേ രേണു പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിപ്പില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ കുട്ടീനെ ഞാൻ ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഏൽപ്പിക്കുള്ളൂ, മറ്റാരും എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ വന്ന് ഇടപെടുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിപ്പില്ല. കാരണം എന്താ വെച്ചെങ്കിൽ കിച്ചുവും റിതപ്പനും ഒരേ രക്തമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വല്ല പ്രശ്നങ്ങളും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ നാളെ ഈ ഭൂമി ലോകത്തില്ലാതെ ആയാലും കുറേ കഴിയുമ്പോൾ ഈ കുട്ടി ചെറിയ കുട്ടി വലുതായി വരുമ്പോൾ അവൻ ചിന്തിക്കും, എനിക്കൊരു ഏട്ടനോ എനിക്കൊരു ചേച്ചിയോ എനിക്ക് അമ്മയോ എനിക്ക് അച്ഛനോ ആരുമില്ലാതെ പോയില്ല. ആരൊക്കെ ഉണ്ടായാലും ആ ഒരു ചിന്ത വരാം മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഏട്ടൻ അവനുള്ളത് നല്ലതാണ്. ആ ബന്ധം മുറിച്ച് കളയാതിരിക്കുന്നതാണ്, ആ കുഞ്ഞിന് വേണ്ടി ആ ബന്ധം മുറിച്ച് കളയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇവന് റിതപ്പനൊക്കെ കുഞ്ഞു കുട്ടിയാണ്. അവനൊന്നും ഒരു മനസ്സിലൊരു കളങ്കമില്ലാത്ത പ്രായമാണ്. അവൻ നാളെ വളർന്നു വരുമ്പോൾ ഈ വലിയവർ ചർച്ച ചെയ്തൊന്നും അവൻ്റെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകും. അവൻ ഏട്ടൻ സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ആ ഒരു ഏട്ടൻ എന്നുള്ള ചിന്ത മാത്രമായിരിക്കും അവൻ്റെ മനസ്സിലുള്ളത്. മറ്റുള്ള വലിയ ആൾക്കാർക്കാണ് അത് പ്രശ്നങ്ങളായി വരിക. പക്ഷെ അവനത് അവൻ്റെത് ഏട്ടനായിട്ടും അവനെ സ്നേഹിക്കുന്ന അവൻ്റെ ഒരു ചോരയായിട്ടും തന്നെയാണ് അവൻ ചിന്തിക്കുക. അതുകൊണ്ട് അവനുമായിട്ട് അവനെ പിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ കാര്യം ഞാൻ തുറന്ന് പറയുകയാണ്. മറ്റുള്ള കാര്യത്തിലൊക്കെ വിഷമമുണ്ടെങ്കിൽ ആ കാര്യത്തിലും എനിക്കൊരു വിഷമമാണ്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ കൂടപ്പറപ്പുകളാണ്. നാളെ ആ കുട്ടി വലുതായി വരുമ്പോൾ ആരുമില്ല ഒരു ചിന്ത ആ കുട്ടിക്ക്. അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഇപ്പോൾ എത്ര കാലം ഉണ്ടാവും? അവർക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഏത് സമയത്തും നമുക്ക് മരണം വന്നെടുക്കുമല്ലോ. അത് കഴിയുമ്പോൾ ഈ കുഞ്ഞു മക്കൾ വലുതായി വരുമ്പോൾ അവർക്ക് ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം വരും. മറ്റുള്ളവരൊക്കെ അവരവൻ്റെ ഏട്ടൻ്റെയും അനിയൻ്റെയും പെങ്ങളെയൊക്കെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ആ മോന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏതായാലും അടുത്ത വീഡിയോസ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹിൻ്റെ വിധി ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ